സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിന്റെ ഒളിച്ചുകളിക്ക് കൂടുതൽ തെളിവ് ലീഡ് അംഗീകാരമുണ്ടെന്ന് ടീകോം തെറ്റിദ്ധരിപ്പിച്ചു. വെബ്സൈറ്റുകളിൽ ലീഡ് സർട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ടീകോമിന്റെ ഒളിച്ചുകളി വ്യക്തമാക്കി വിവരാവകാശ മറുപടികൾ. പരിസ്ഥിതി സൗഹൃദമായ ഗ്രീൻ കെട്ടിടങ്ങൾക്കുള്ള ലീഡ് അംഗീകാരമുണ്ടെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത്. സ്മാർട്ട് സിറ്റിയുടെയും KSIDCയുടെയും വെബ്സൈറ്റുകളിൽ ലീഡ് സർട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ലീഡ് സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച വിവരാവകാശ മറുപടിക്ക് പിന്നാലെയായിരുന്നു വെബ്സൈറ്റുകളിൽ വിവരങ്ങൾ പിൻവലിച്ചത്. ഉയർന്ന ഗുണനിലവാരമുള്ളതും പരിസ്ഥിതി സൗഹൃദവുമായ കെട്ടിടങ്ങൾക്കാണ് ലീഡ് സർട്ടിഫിക്കറ്റ്. പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നായിരുന്നു ടീകോമിന്റെ അവകാശവാദം. സ്മാർട്ട് സിറ്റിയുടെയും KSIDCയുടെയും വെബ്സൈറ്റുകളിൽ ഇക്കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ലീഡ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അറിയില്ലെന്ന് 2021 വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് KSIDC മറുപടി നൽകിയിട്ടുണ്ട്. US ഗ്രീൻ ബിസിനസ് സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷനെ ബന്ധപ്പെട്ടപ്പോൾ അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്ന മറുപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. 1 ലക്ഷത്തോളം കമ്പനികൾ നിലവിൽ ലീഡ് സർട്ടിഫിക്കേഷനായി കാത്തിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാരിന്റെ വീഴ്ച വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു. പദ്ധതി പൂർത്തിയാക്കുന്നതിന് ടീകോമിന് സമയപരിധി സർക്കാർ നിശ്ചയിച്ചിരുന്നില്ല. 2007 കരാർ ഒപ്പിട്ട സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് 2022 പൂർത്തീകരണ തീയതി സർക്കാർ നിശ്ചയിച്ചിരുന്നില്ല. കരാർ വ്യവസ്ഥകൾ ലംഘിച്ച് ടീകോം ഇൻവെസ്റ്റ്മെന്റിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തിനൊപ്പമാണ് ടീകോമിന്റെ വീഴ്ചകൾ കൂടി വ്യക്തമായിരിക്കുന്നത്. ജനം, കൊച്ചി.